വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോഴത് നാടുകാണിയിലാണ്. ഇവിടുത്തെ ഈ ഒരു മലയുടെ വിശേഷങ്ങളായിരിക്കും ഈ വീഡിയോ മൊത്തം ഉണ്ടാവുക. വീഡിയോ മൊത്തം കാണാം. തുടക്കം തന്നെ ഹെവി കയറ്റാട്ടോ. അതൊന്നും നോക്കി അടി നോക്കി റോഡൊക്കെ കാണാം. തുടക്കം തന്നെ ഹെവി കയറ്റാണ്. കുത്തനുള്ള കയറ്റ പാറയാണ്, പിന്നെ ഫുള്ള് പാറയാണ്. എങ്ങനെ അടിക്കും പക്ഷേ സൺസെറ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. സൂര്യൻ ഓൾമോസ്റ്റ് അവിടെ എത്തിൻ്റെ വഴിയൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ടാണ്. കുറേ പേര് വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ അവിടെ ഒരു കവാടുണ്ട്. കറക്റ്റ് നാടുകാണി എന്ന് പറഞ്ഞ സെൻ്ററാണ്. അപ്പോൾ അവിടെ നിന്ന് നേരെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കവാടം പോലെ. അപ്പോൾ അവിടെ നിന്ന് നേരെ ഒരു ഒറ്റയടിക്കുള്ളൊരു കയറ്റാണ്. ഓരോ സ്പോട്ടിൽ ഇങ്ങനെ ഒന്നാം സ്ഥലം, രണ്ടാം സ്ഥലം അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വീഡിയോകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ വഴി തെറ്റുക എന്നുള്ളൊരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഓരോരോ ബോർഡുകളുണ്ട്. യേശുവിൻ്റെ ഒന്നാം സ്ഥലം, രണ്ടാം സ്ഥലം, മൂന്നാം സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ട അറ്റത്ത് കണ്ട ഒരു മല, ഒരു പാറക്കല്ല് കണ്ട കാണില്ല എന്ന് ക്യാമറ. കിട്ടും. അവിടേക്കാണ് നമ്മൾ പോകേണ്ടത്. ചെറിയൊരു പൊടിമഴ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡിഷിന് ഓടിക്കയറുകയാണ്. കുറേ കാലത്തിന് ശേഷം ഒരു ഹെവി ട്രക്കിങ്ങില്ലേ. പെട്ടെന്ന് ക്ഷീണാവും. അങ്ങനെ നമ്മളിപ്പോൾ 4ാം സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. 4ാം സ്ഥലം ഇവിടെ എഴുതിയിട്ടുണ്ട്. നല്ല 4ാമത്തെ എത്തിയപ്പോൾ തന്നെ നല്ല വ്യൂ ആയില്ലേ. ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ, നല്ല പോലെ നമുക്ക് മലകൾ ചുറ്റുഭാഗം കാണാൻ പറ്റും. മഴയാന്ന് തോന്നുന്നു ഇവിടേക്ക്. അത് മഴയാന്ന് തോന്നുന്നു. അവിടെ ഇരുട്ടടച്ച് വരുന്നുണ്ട്. ഇവിടെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തായാലും മുകളിൽ എത്തുമ്പോൾ എന്തായാലും മഴ പെയ്യും. മുകളിലേക്കാണ് പോകേണ്ടത്. ചേച്ചി രണ്ടും കൽപ്പിച്ചാ. എല്ലാ സൈഡിലൊക്കെ നല്ല മഴക്കാറുണ്ട് കേട്ടോ. മഴ പെയ്യുന്നുണ്ട് തോന്നുന്നു. അവിടെ മാത്രം കുറച്ച് എന്താ പറയുക ഡാർക്കായിട്ട് നിൽക്കുന്നുണ്ട്. ആ ഭാഗത്തും മഴ പെയ്യുന്നുണ്ട് തോന്നുന്നു. ഇപ്പം നമ്മൾ 4ാം സ്ഥലം കഴിഞ്ഞു, 5ാമത്തിലേക്ക് എത്താറായിട്ട് കേട്ടോ. മുകളിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. അങ്ങനെ നമ്മളിപ്പോൾ 5ാം സ്ഥലം കഴിഞ്ഞു. ഇനി 6ലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കുഴപ്പമില്ലല്ലേ, നൈസ്. ഫസ്റ്റ് തുടങ്ങിയപ്പോൾ നല്ലൊരു ടയർഡായി. ഒരു കുത്തനുള്ള കയറ്റാനുണ്ട്. പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല. കുറച്ച് നേരം റെസ്റ്റ് എടുത്തപ്പോൾ പിന്നെ ബോഡി ഒന്ന് ഹീറ്റായി. പിന്നെ ചിലയിടത്ത് നല്ല കുത്തനായിട്ടാ. ഇനി പോവാനുള്ളത് ഹെവി ആയിരിക്കും. ഫൈനലി 6ാം സ്ഥലം അവിടെ ജയിച്ചിട്ടുണ്ട്. വരികയാണെങ്കിൽ വൻ സീനായിരിക്കും. കാരണം മറ്റേ പിള്ളേർ പറഞ്ഞിരുന്നു, ഇവിടെ അടിയിലുള്ള കുറച്ച് പിള്ളേരെ കണ്ടിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിരുന്നു നല്ല വഴുക്കലായിരിക്കും എന്ന് പറഞ്ഞു, മഴ ഉണ്ടെങ്കിൽ. കാരണം ഇത് ഫുൾ പാറയാണ്. പാറയാൻ എന്തായാലും വഴുക്കലുണ്ടാവും. ശരി, ഇവിടെ നല്ല മഴ തുടങ്ങിയിട്ടോ. അവിടെ നിന്ന് മഴ ഇങ്ങോട്ട് വന്നു തുടങ്ങി. ഇനിയിപ്പോൾ നമ്മുടെ ഒരു വാട്ടർ പ്രൂഫിൻ്റെ ബാഗ് ഉണ്ട്. അപ്പോൾ ഗോപ്രോ ഇവിടുത്തെ ട്രിപ്പിൽ സ്വിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കംപ്ലൈൻറ്റ് വന്നു. നമുക്ക് മാത്രമേ ഈ ദാരിദ്ര്യമുള്ളൂ എന്നൊക്കെ തോന്നുന്നു. അത് തിരികെ നീ അതിൻ്റെ എഡ്ജിൽ നിന്നിട്ട് മഴ കൊള്ളാണ്ടിരിക്കല്ലേ മഹാപാവി. ഇവിടെ കമ്പിയൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിടിച്ച് കയറാം. അപ്പോൾ വഴുക്കലൊക്കെ നൈസിൽ പിടിച്ച് കയറാം. അവിടെ ആരൊക്കെയോ വരുന്നുണ്ട്.
ഓ ഇതാണ് വ്യൂ. ഇതിപ്പോൾ 7 കഴിഞ്ഞ് 8-ാമത്തേൻ്റെ ഇടയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആട്ടോ. അടിപൊളി. മഴയില്ലെങ്കിൽ നമുക്ക് നല്ലപോലെ സൺസെറ്റ് കിട്ടിയാനേ. അറിയില്ല നല്ല ഫോഗ് കയറുന്നുണ്ട്. ഇപ്പോൾ 8-ാം നില കഴിഞ്ഞപ്പോൾ പിന്നെ വഴി കുറച്ച് മോശമായി തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഡിഷിൻ സാർ പറയുന്നു ഒറ്റ ഓട്ടത്തിൽ മാക്സിമം അവിടെ എത്തും നോക്കാന്ന്. ചലഞ്ച് ഇയോട് ഞാൻ പിന്നെ തരാം. പത്തില് 10-ാം സ്ഥലം ഓടിക്കറി. ഇതിനെത്ര ഉണ്ടാ? നല്ല ഐഡിയ ഉണ്ടാ? ഓക്കെ, മഴ മാറിയിട്ടോ, മഴ മാറി. ഡിഷ് ഫുൾ ഓണാട്ടാ, ഫുൾ ഓണാട്ടാ. പവറാട്ടാ, പവർ. അയ്യോ, എവിടുത്തെ ലെഫ്റ്റ് സൈഡിലത്തെ വ്യൂ ആയിരിക്കും നിങ്ങൾ പാലിക്കുന്നുണ്ടാവുക. വല്ലതും കാണണ്ട, പക്ഷെ ഞങ്ങൾക്ക് കാണണ്ട്. ഇപ്പോൾ ഇരുട്ടായി തുടങ്ങി, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാത്തത്. ദിശ കയറല്ലേ? ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പുള്ളി നിൽക്കണടാ. ഓക്കെ, ഇതാണ് 10-ാമത്തെ സ്ഥലം കഴിഞ്ഞിട്ടുള്ള വ്യൂ. ഡിഷിൻ ചേട്ടൻ ഇതാ ഇനിയും കയറാണ്ട് മുകളിലേക്ക്. നമുക്ക് നൈസായിട്ട് ഈ കമ്പിയൊക്കെ പിടിച്ച് കയറാം. കമ്പിയൊക്കെ വെള്ളമായിട്ട് പോയിക്കില്ല. നമ്മളിപ്പോൾ 11-ാം സ്ഥലം കഴിഞ്ഞു. ഇനി 12. എന്താ വ്യൂ അല്ലേ? നല്ല കാറ്റുണ്ട് കേട്ടോ. കുറച്ച് കഷ്ടമാണ് അവിടെയൊക്കെ, ആ ഒരു ഏരിയയിലൊക്കെ കുറച്ച് കഷ്ടമായിരുന്നു. ഇനി എങ്ങനെ ഉണ്ടാവും? Then finally we are made it. Nadukani. എടാ, അതിൻ്റെ മുകളിൽ നിന്ന് കയറിയപ്പോൾ ഭയങ്കര ഹൈറ്റ് ആയിരുന്നല്ലേ? കയറുന്ന വിചാരിച്ചില്ല. പക്ഷേ നൈസ് വ്യൂ ആണ്. തൃശ്ശൂർ. ഇതിന് വേറെന്താ പേര് പറയാ? കുരിശുമുടിയാണ് ശരിക്കും. കുരിശുമുടി എന്ന് പറയല്ലേ? ചേട്ടോട്ട് വീട്ടിലോ? ഞാൻ തട്ടേക്കാട്. ഇവിടെ വരാറിലാണോ? ആ, ഇതിനുള്ള ഹിസ്റ്ററി അങ്ങനെ എന്തെങ്കിലും അറിയോ സ്ഥലത്തിന്? ഹിസ്റ്ററിയെ സംബന്ധിച്ച് നമുക്ക് ഇപ്പം ഈ അടുത്ത കുറേ കാലങ്ങളായിട്ട് ഈ കുരിശുവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ കുരിശ് ആദ്യം വെച്ച് കഴിഞ്ഞപ്പം ഈ കുരിശുവിടെ ഇരിക്കില്ലായിരുന്നു. ഇരിക്കില്ല, തെറിച്ചു പോകും. അപ്പോൾ പിന്നെ ആളുകൾക്ക് അതൊരു വാശിയായിട്ട് ഭക്തജനങ്ങൾ വന്നിട്ട് കുരിശ് കോൺക്രീറ്റിൽ സ്ഥാപിച്ചു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതാണിതല്ലേ? അടിപൊളി. താങ്ക്സ് ചേട്ടാ. ആയിക്കോട്ടെ. പള്ളിയുടെ ഫ്രണ്ടിലെത്തിയിട്ട്, പള്ളിയല്ല, ജസ്റ്റ് ഒരു എന്താ ഇതിനെ പറയാൻ എനിക്കറിയില്ല. ഇവിടെ
ഇതിൻ്റെ ടോപ്പിൽ. അതാണ് കുരിശുപള്ളി. ആ ചേട്ടൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ പണ്ട് കുരിശ് വയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, വെച്ച് കഴിഞ്ഞാൽ അത് തെറിച്ച് പോവും, ആ ഒരു ഇതായിരുന്നു. അപ്പോൾ അതിനുശേഷം ആൾക്കാരെ വാശിപ്പുറത്ത് എന്താ പറയുക കോൺക്രീറ്റിൻ്റെ കുരിശ് വന്ന് ഇടാനുണ്ടായത്. താഴത്തേക്ക് പോയാ ഇവരൊക്കെ കഴിക്കണ കുഞ്ഞെ ഞങ്ങൾ നോക്കാൻ എന്താണ് എൻ്റെ പേര്? അപ്പോട്ടി. ഇവിടുത്തെ സൺസെറ്റ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. നല്ലൊരു പീസ്ഫുൾ സ്ഥലം കൂടിയാണ് കേട്ടോ അത്. ഫാമിലിയായിട്ട് കുറേ പേര് വരുന്നുണ്ട് ഇവിടേക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ എടുക്കാൻ വേണ്ടി കുറേ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഇവിടുത്തെ മച്ചന്മാരാണ്. അപ്പോൾ ഇവർക്ക് ഭയങ്കര താങ്ക്സ് ഉണ്ട്. അപ്പോൾ പേര് ജിൻസ്, ജോമോൻ, സിജോ, ജോമോൻ. ഇവങ്ങനെ തന്നെയാട്ടാ, ഹെൽമെറ്റ് വരില്ല. ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു വീഡിയോ നാടുകാണിയിലെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അത് ഷെയർ ചെയ്യുക. അതിനാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയും ബൈ ബൈ. ഫൈനലി വി ആർ നാട്ടുകല്ലേ. എന്റെ പേര് വിളിക്കുന്നല്ല കേട്ടോ.